അമൃത ഓഫീസിലെ തന്റെ ക്യാബിനിൽ ഇരുന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. മുംബൈ നഗരത്തിലെ ആകാശചുംബികളായ കെട്ടിടങ്ങളുടെ മുകളിലൂടെ കരിമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രൊജക്ട് മാനേജർ എന്ന പദവി 24-ാം വയസ്സിൽ അവൾക്ക് നേടിക്കൊടുത്തത് വലിയൊരു കരിയർ ഗ്രാഫ് തന്നെയാണ്. ലക്ഷറി ഫ്ലാറ്റും ഉയർന്ന ശമ്പളവും കൂടെയുള്ളവരുടെ ബഹുമാനവുമെല്ലാം അവൾക്കുണ്ടായിരുന്നു. എന്നാൽ ഈ കോർപ്പറേറ്റ് ലോകത്തെ തിരക്കുകൾക്കിടയിലും അവളുടെ മനസ്സ് ശാന്തവും ഏകാന്തവുമായ തന്റെ ഭൂതകാലത്തേക്ക് തിരികെ നടക്കുകയായിരുന്നു. ലാപ്ടോപ്പ് സ്ക്രീനിലെ നമ്പറുകളിലേക്കും ഗ്രാഫുകളിലേക്കും നോക്കുമ്പോൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞത് പച്ചപ്പ് നിറഞ്ഞ തന്റെ കോളേജ് ക്യാമ്പസും അവിടുത്തെ ക്ലാസ് മുറികളുമായിരുന്നു. അവളുടെ കോളേജ് പഠന കാലത്ത്, കൃത്യമായി പറഞ്ഞാൽ 4 വർഷങ്ങൾക്ക് മുൻപ്, അവളുടെ ലോകം മറ്റൊന്നായിരുന്നു. അന്ന് അമൃതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു സുരേഷ് മാഷിന്റെ ക്ലാസുകൾ. അന്ന് 56 വയസ്സുണ്ടായിരുന്ന, സർവീസിൽ നിന്ന് വിരമിക്കാൻ കേവലം 2 വർഷം മാത്രം ബാക്കിയുണ്ടായിരുന്ന സുരേഷ് മാഷ്, ആ റിട്ടയർമെന്റിനോട് അടുത്തു നിൽക്കുന്ന പ്രായത്തിലും സാഹിത്യവും ജീവിതവും വിദ്യാർത്ഥികളിലേക്ക് ഒരുപോലെ പകർന്നു നൽകാൻ സുരേഷ് മാഷിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. സുരേഷ് മാഷിന്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ അമൃത മറ്റെല്ലാം മറക്കുമായിരുന്നു. മാഷിന്റെ ശബ്ദത്തിലെ ഗാംഭീര്യവും വാക്കുകളിലെ ആഴവും അവളെ അറിവിന്റെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അത് തന്റെ അധ്യാപകനോടുള്ള ബഹുമാനം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു തീവ്രമായ പ്രണയമായി അവളുടെ മനസ്സിൽ വളരുകയായിരുന്നു. ഒപ്പം വലിയൊരു കടപ്പാടും അവൾക്ക് സുരേഷ് മാഷിനോടുണ്ടായിരുന്നു. പഠനകാലത്ത് അവളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞതും പല പ്രതിസന്ധികളിലും അവളുടെ കൂടെ നിന്നതും കരിയറിൽ അവളെ ഈ നിലയിലെത്താൻ പ്രാപ്തിയാക്കിയതും സുരേഷ് മാഷായിരുന്നു. എന്നാൽ സുരേഷ് മാഷിനോടുള്ള തന്റെ പ്രണയം ഉള്ളിലൊതുക്കുവാൻ അവൾക്ക് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമതായി, അവളൊരു വിദ്യാർത്ഥിനിയും അയാൾ അവളുടെ അധ്യാപകനുമായിരുന്നു. അതിലുപരി മാഷിന് അന്നൊരു കുടുംബമുണ്ടായിരുന്നു, ഭാര്യയും 2 മക്കളും. സമൂഹത്തിന് മുന്നിൽ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഒരാളോട് തന്റെ പ്രണയം തുറന്നു പറയാൻ അമൃതയ്ക്ക് ഭയമായിരുന്നു. ആ ഭയം കാരണം തന്റെ വികാരങ്ങളെ തന്റെ നെഞ്ചിന്റെ ആഴത്തിലെ ഒരു കോണിൽ അവൾ ഒളിപ്പിച്ചു വെച്ചു. കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്റെ കണ്ണിലെ കണ്ണീർ മാഷ് കാണാതെ അവൾ മറച്ചു പിടിച്ചു. പിന്നീട് തന്റെ കരിയറിൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ മാഷിന്റെ ഓർമ്മകൾ ഒരു സുഗന്ധമായി അവളുടെ ഉള്ളിൽ അവശേഷിച്ചു. ആ ഓർമ്മകളും കടപ്പാടുമാണ് അവളെ മറ്റ് പ്രണയബന്ധങ്ങളിൽ നിന്നെല്ലാം അകറ്റി നിർത്തിയത്. അങ്ങനെ ഇരിക്കെയാണ് തികച്ചും അവിചാരിതമായി ആ ദിവസം കടന്നു വന്നത്. കമ്പനിയുടെ ഒരു പുതിയ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നാട്ടിലെ ഒരു സാംസ്കാരിക കേന്ദ്രം സന്ദർശിക്കുവാൻ അമൃതയ്ക്ക് അവസരം ലഭിച്ചു. അവിടെയുള്ള ഒരു ലൈബ്രറിയുടെ വരാന്തയിലൂടെ നടക്കുമ്പോൾ പുസ്തകത്തിൽ നോക്കി തലകുനിച്ചിരിക്കുന്ന ആ രൂപം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. സുരേഷ് മാഷ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ രൂപത്തിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എങ്കിലും ഇപ്പോൾ 60-ാം വയസ്സിലെത്തി നിൽക്കുന്ന മാഷിന്റെ മുഖത്ത് പണ്ടത്തെക്കാൾ കുറച്ച് ക്ഷീണം ബാധിച്ചതായി അവൾക്ക് തോന്നി. അമൃതയുടെ ഹൃദയം അതിവേഗം മിടിക്കുവാൻ തുടങ്ങി. കൈകൾ വിറച്ചു. ആ 20-കാരിയായ കോളേജ് പെൺകുട്ടിയുടെ പരിഭ്രമത്തോടെ അവൾ മാഷിന്റെ അടുത്തേക്ക് നടന്നു. മാഷേ. അമൃതയുടെ ശബ്ദം ഇടറിയിരുന്നു. മാഷ് പതിയെ പുസ്തകത്തിൽ നിന്ന് തലയുയർത്തി അമൃതയുടെ മുഖത്തേക്ക് നോക്കി. കണ്ണട ഒന്നുകൂടി ഉയർത്തി വെച്ച് അവളെ തന്നെ സൂക്ഷിച്ച് നോക്കി. ആ കണ്ണുകളിൽ പെട്ടെന്ന് ഒരു തിരിച്ചറിവിന്റെ വെളിച്ചം പടർന്നു. അമൃത, നീയാണോ ഇത്? മാഷിന്റെ മുഖത്ത് അത്ഭുതവും സന്തോഷവും വിരിഞ്ഞു. അവർ അവിടെയുള്ള ചെറിയൊരു കഫേയിലിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ആദ്യത്തെ കുറച്ചു സമയം ഔദ്യോഗിക കാര്യങ്ങളും കരിയറിനെ കുറിച്ചുമാണ് സംസാരിച്ചതെങ്കിലും പതുക്കെ സംസാരം വ്യക്തിപരമായ തലങ്ങളിലേക്ക് വഴിമാറി. മാഷിന്റെ വിശേഷങ്ങൾ ചോദിച്ച അമൃതയുടെ മനസ്സിനെ ഉലയ്ക്കുന്ന കാര്യങ്ങളാണ് മാഷ് പിന്നീട് പങ്കുവച്ചത്. അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം മാഷിന്റെ കുടുംബജീവിതം ആകെ മാറി മറിഞ്ഞിരുന്നു. ഭാര്യയുമായി വർഷങ്ങളായുള്ള അഭിപ്രായ വ്യത്യാസം ഒടുവിൽ ഡിവോഴ്സിൽ ചെന്ന് അവസാനിച്ചു. മക്കൾ 2 പേരും തങ്ങളുടെ അമ്മയ്ക്കൊപ്പമാണ് താമസം. അവരിന്ന് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. മാഷിന്റെ കൂടെ ഇന്ന് ആരുമില്ല. ആ വലിയ വീട്ടിൽ അയാൾ ഒറ്റയ്ക്കാണ്. മാഷിന്റെ വാക്കുകളിലെ ഏകാന്തത അമൃതയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. താൻ ജീവന തുല്യം സ്നേഹിച്ച, ബഹുമാനിച്ച ആ മനുഷ്യൻ ഇന്ന് ആരുമില്ലാതെ ഒറ്റയ്ക്കാണെന്നുള്ള സത്യം അവളുടെ മനസ്സിനെ താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും താൻ ഇന്ന് വലിയൊരു കമ്പനിയുടെ മാനേജറായിട്ടും മാഷിനോടുള്ള തന്റെ പ്രണയത്തിനും കടപ്പാടിനും യാതൊരു കുറവുമില്ലെന്ന് അവൾ സ്വയം തിരിച്ചറിഞ്ഞു. ആ പഴയ പ്രണയം കൂടുതൽ ശക്തമായി അവളുടെ മനസ്സിൽ ജ്വലിച്ചുയർന്നു. മാഷിന്റെ ഈ അവസ്ഥയിൽ അദ്ദേഹത്തിനൊരു കൂട്ടാകാൻ, തണലാകാൻ അവൾ ആഗ്രഹിച്ചു. ആ ആഗ്രഹം കേവലം സഹതാപമായിരുന്നില്ല, മറിച്ച് വർഷങ്ങളായി തന്റെ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന
തീവ്രമായ പ്രണയത്തിന്റെയും ഗുരുവിനോടുള്ള കടപ്പാടിന്റെയും പൂർത്തീകരണമായിരുന്നു. മാഷിന്റെ കാര്യങ്ങളെല്ലാം സ്വന്തം കൈകളാൽ ചെയ്തു കൊടുക്കണമെന്നും അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ജീവിതം സന്തോഷപൂർവ്വമാക്കണമെന്നും അവൾ തീരുമാനിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ അവർ ഇരുവരും കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. ഫോൺ കോളുകളിലൂടെയും മെസ്സേജുകളിലൂടെയും അവർ തങ്ങളുടെ ചിന്തകൾ പങ്കുവച്ചു. മാഷിന് അമൃതയുടെ സാന്നിധ്യം വലിയൊരു ആശ്വാസമായി മാറി. അദ്ദേഹത്തിന്റെ ഇരുണ്ട ഏകാന്തതയിലേക്ക് വീണ വെളിച്ചമായി മാറി അമൃത. പതുക്കെ പതുക്കെ തന്റെ ഉള്ളിൽ ഒളിച്ചു വച്ചിരുന്ന പ്രണയം മാഷിനോട് അമൃത തുറന്നു പറഞ്ഞു. ആദ്യം മാഷ് അത് നിഷേധിച്ചു. പ്രായവ്യത്യാസവും സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ചും മാഷ് അവളെ ഓർമ്മിപ്പിച്ചു. എനിക്ക് 60 വയസ്സായി, നിനക്ക് വെറും 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. നിനക്കിനിയും ജീവിതം ഒരുപാട് മുന്നോട്ട് കിടക്കുകയാണ്. എന്നെപ്പോലൊരു വയസ്സിനെ കല്യാണം കഴിച്ചാൽ നിന്റെ ജീവിതത്തിൽ നീ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അനവധിയായിരിക്കുമെന്ന് മാഷ് അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. പക്ഷേ അമൃത തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവളുടെ പ്രണയം പക്വതയുള്ളതായിരുന്നു. അവൾക്ക് വേണ്ടത് മാഷിന്റെ സ്നേഹം മാത്രമായിരുന്നു. ഒടുവിൽ അവളുടെ വാശിക്ക് മുന്നിൽ മാഷ് കീഴടങ്ങി. അദ്ദേഹം അവളുടെ പ്രണയം സ്വീകരിച്ചു. അവർ ഒന്നിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചു. വിവാഹിതരാകുവാൻ തീരുമാനിച്ചു. എന്നാൽ ആ തീരുമാനം വലിയൊരു കൊടുങ്കാറ്റിന്റെ തുടക്കമായിരുന്നു. അവരുടെ ബന്ധം പുറത്ത് അറിഞ്ഞതോടെ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും വലിയ എതിർപ്പുകൾ ഉയർന്നു. അമൃതയുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഈ ബന്ധം അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. തങ്ങളുടെ മകൾ ഒരു വയസ്സിനെ വിവാഹം കഴിക്കുന്നത് സമൂഹത്തിന് മുന്നിൽ അവർക്ക് വലിയൊരു നാണക്കേടായി തോന്നി. അമൃതയുടെ സുഹൃത്തുക്കൾ പലരും അവളെ കുറ്റപ്പെടുത്തി. അവൾക്ക് ഭ്രാന്താണെന്ന് വരെ പറഞ്ഞു. അമൃതയുടെ കോർപ്പറേറ്റ് ലോകത്തെ സഹപ്രവർത്തകർക്കിടയിൽ ഇതൊരു വലിയ ഗോസിപ്പായി മാറി. മാഷിന്റെ ഭാഗത്തും പ്രതിസന്ധികൾ കുറവായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മക്കൾ വിദേശത്തു നിന്ന് വിളിച്ച് അച്ഛനെ ആക്ഷേപിച്ചു. ഈ പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ പ്രണയിച്ചു നടക്കുന്നതും കല്യാണം കഴിക്കാൻ പോകുന്നതും ഞങ്ങൾക്ക് അപമാനമാണെന്ന് അവർ പറഞ്ഞു. ഈ പ്രതിസന്ധികളെല്ലാം അമൃതയെയും സുരേഷ് മാഷിനെയും വല്ലാതെ തളർത്തി. സമൂഹത്തിന്റെ നോട്ടങ്ങളും കുത്തുവാക്കുകളും മാഷിനെ സ്വയം കുറ്റബോധത്തിലാഴ്ത്തി. താൻ കാരണം അമൃതയുടെ ജീവിതം നശിക്കുകയാണോ എന്നുള്ള ചിന്ത അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. പലപ്പോഴും അദ്ദേഹം അമൃതയോട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അമൃത പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അവൾ മാഷിന്റെ കൈകൾ ചേർത്ത് പിടിച്ചു. ലോകം മുഴുവൻ എതിർത്താലും താൻ മാഷിനൊപ്പം ഉണ്ടാകുമെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. തങ്ങളുടെ പ്രണയം കേവലം ശാരീരികമായ ആകർഷണമല്ലെന്നും അത് രണ്ട് ചിന്തകളുടെ മനസ്സുകളുടെ ഒത്തുചേരലാണെന്ന് അമൃത വിശ്വസിച്ചു. ഈ വലിയ പ്രായവ്യത്യാസത്തിനിടയിലും അവർക്കിടയിലുള്ള പരസ്പര ബഹുമാനവും സ്നേഹവും ഇത്തരം പ്രതിസന്ധികൾ നേരിടാൻ അവൾക്ക് കരുത്തു നൽകി. ഒടുവിൽ സമൂഹത്തിന്റെ എതിർപ്പിനെ അവഗണിച്ച് നിയമത്തിന്റെ പിൻബലത്തിൽ അവർ ഒന്നാകാൻ തീരുമാനിച്ചു. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ലളിതമായ ചടങ്ങുകളിലൂടെ അമൃത സുരേഷ് മാഷിന്റെ ഭാര്യയായി. വിവാഹശേഷമുള്ള ഒരുമിച്ചുള്ള ജീവിതം അവർക്ക് പുതിയൊരു ലോകത്തിന്റെ വാതിൽ തുറന്നു നൽകി. മാഷിന്റെ വലിയ വീട്ടിലേക്ക് അമൃത വലതുകാല് വെച്ച് കയറിയപ്പോൾ അവിടെയുള്ള ഏകാന്തത പടിയിറങ്ങിപ്പോയിരുന്നു. അപ്പോഴും പ്രതിസന്ധികൾ അവസാനിച്ചിരുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ ആളുകളുടെ തുറിച്ചുള്ള നോട്ടവും പരിഹാസച്ചിരികളും അവർക്ക് നേരിടേണ്ടി വന്നു. ഇത്രയും പ്രായവ്യത്യാസമുള്ളവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നത് ഉൾക്കൊള്ളുവാൻ ആ ചെറിയ നാട്ടുമ്പുറത്തെ ആളുകൾക്ക് കഴിഞ്ഞിരുന്നില്ല. അമൃത തന്റെ ഓഫീസിലേക്ക് പോകുമ്പോൾ മാഷ് വീട്ടിൽ തനിച്ചാകുമ്പോൾ അയൽപക്കത്തെ വീട്ടുകാർ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചു. പക്ഷേ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അമൃതയും സുരേഷ് മാഷും സന്തുഷ്ടരായിരുന്നു. അവിടെ മാഷിന്റെ ഓരോ കാര്യങ്ങളും അമൃത വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ശ്രദ്ധയോടെയും ചെയ്തു കൊടുത്തു. അദ്ദേഹത്തിന് സമയത്തിന് മരുന്നുകൾ നൽകാനും ആരോഗ്യപ്രദമായ ഭക്ഷണം ഒരുക്കാനും അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു ഭാര്യ എന്നതിലുപരി തനിക്ക് ജീവിതവും നല്ലൊരു കരിയറും തന്ന ഗുരുവിനോടുള്ള കടപ്പാടും അവൾ ആ പരിചരണത്തിൽ ഒളിച്ചു വച്ചിരുന്നു. വൈകുന്നേരങ്ങളിൽ മാഷ് അമൃതയ്ക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുത്തു. അമൃത മാഷിന് പ്രിയങ്കരമായ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് നൽകി. അവർ ഇരുവരും ഒരുമിച്ച് പാട്ട് കേട്ടു, പഴയ ഓർമ്മകൾ പങ്കുവച്ചു. കോർപ്പറേറ്റ് ലോകത്തെ സമ്മർദ്ദങ്ങൾക്കിടയിൽ മാഷിനടുത്തെത്തുമ്പോൾ അമൃതയ്ക്ക് വലിയൊരു ആശ്വാസം ലഭിച്ചു. മാഷിന്റെ തളർന്ന ശരീരത്തിന് അമൃതയുടെ യുവത്വവും പ്രസരിപ്പും വലിയൊരു കരുത്ത് നൽകി. രോഗാവസ്ഥയിൽ മാഷിനെ അമൃത ഒരു അമ്മയെപ്പോലെ പരിചരിച്ചു. എന്നാൽ അവളുടെ ഉള്ളിൽ ഒരു വലിയ വിഷമം ബാക്കിയുണ്ടായിരുന്നു. സ്വന്തം മാതാപിതാക്കൾ തന്നെ പൂർണ്ണമായും ഉപേക്ഷിച്ചതിലുള്ള വിഷമം അവൾക്ക് ഉണ്ടായിരുന്നു.
മാഷിന്റെ മക്കൾ ഇപ്പോഴും അദ്ദേഹത്തിനോട് സംസാരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഈ കുടുംബ ബന്ധത്തിലെ അകൽച്ച അദ്ദേഹത്തിന്റെ കണ്ണുകളെ പലപ്പോഴും ഈറനണിയിച്ചു. അമൃത മാഷിനെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. തങ്ങൾ തിരഞ്ഞെടുത്ത വഴി എളുപ്പമുള്ളതല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം മാഷിന് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടുന്നത്. അമൃത പേടിച്ച് നിലവിളിച്ച് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. മാഷിന്റെ പ്രായവും അസുഖങ്ങളും കണക്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകി. ICUവിന്റെ മുന്നിൽ കാത്തു നിൽക്കുമ്പോൾ അമൃതയ്ക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം അനുഭവപ്പെട്ടു. മാഷിനെ നഷ്ടപ്പെട്ടാൽ തനിക്ക് ജീവിതത്തിൽ മറ്റാരുമില്ല എന്നുള്ള സത്യം അവളെ വേദനിപ്പിച്ചു. പ്രായവ്യത്യാസം നൽകുന്ന സ്വാഭാവികമായ പ്രതിസന്ധികളിലൊന്ന് ഇതായിരുന്നു. അവൾ ജീവിതത്തിന്റെ തുടക്കത്തിലും അദ്ദേഹം ജീവിതത്തിലെ അവസാന നാളുകളിലൂടെയും കടന്നു പോകുകയായിരുന്നു. ദിവസങ്ങൾ നീണ്ടുനിന്ന ചികിത്സകൾക്ക് ശേഷം മാഷ് സുഖം പ്രാപിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ മാഷിന്റെ കൈകൾ ചേർത്ത് പിടിച്ച് അമൃത പൊട്ടിക്കരഞ്ഞു. മാഷ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, അമൃത, എനിക്കിനി എത്ര കാലം ആയുസുണ്ടെന്നറിയില്ല. പക്ഷേ ബാക്കിയുള്ളത് എത്ര കാലമായാലും നിന്റെ സ്നേഹത്തിന്റെ തണലിൽ എനിക്ക് ജീവിച്ചു മരിക്കണം. ആ വാക്കുകൾ അമൃതയ്ക്ക് പുതിയൊരു തിരിച്ചറിവ് നൽകി. സമൂഹം എന്ത് ചിന്തിക്കുന്നു എന്നതിലല്ല, തങ്ങൾ പരസ്പരം എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിലാണ് കാര്യം. അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഇനിയും തുടരുമായിരിക്കാം. മാഷിന്റെ പ്രായവും ആരോഗ്യവും വരും ദിവസങ്ങളിൽ വെല്ലുവിളികൾ ഉയർത്തിയേക്കാം. എങ്കിലും പ്രതിസന്ധികളുടെ ആ കൊടുങ്കാറ്റിൽ തങ്ങളുടെ പ്രണയത്തിന്റെ ദീപം അണയാതിരിക്കാൻ അമൃതയും മാഷും ഒന്നിച്ച് തീരുമാനിച്ചു. ലോകം എന്ത് പേരിട്ട് വിളിച്ചാലും അവർക്കിടയിലുള്ളത് പവിത്രമായ ആഴമേറിയ ഒരു സ്നേഹബന്ധമായിരുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾ മുടങ്ങാതെ ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.